എൻ്റെ പേര് രാജീവൻ ടി രാജ എന്നാണ്. തൃശ്ശൂരാണ് സ്ഥലം. ഞാൻ പ്രൊഫഷണലി ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാൻ 32 വർഷമായി പ്രൊഫഷണലിൽ വന്നിട്ട് നിങ്ങളെവരെ പോലെ തന്നെ വളരെ ആദർശമായി ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ഒരു സുഹൃത്ത് ഈ അവസരം പരിചയപ്പെടുത്തി, അവസരമല്ല യഥാർത്ഥത്തിൽ പരിചയപ്പെടുത്തിയത്, ഉൽപ്പന്നങ്ങളാണ് പരിചയപ്പെടുത്തിയത്. ആ സമയത്ത് 2-3 ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. സ്റ്റേറ്റ് ബാങ്കിന്റെ, ബാങ്ക് ഓഫ് ബറോഡയുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. പാനൽ അഡ്വക്കേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു, കുറച്ചൊക്കെ വീട്ടിൽ കൊടുത്തു, സുഹൃത്തുക്കൾക്ക് കൊടുത്തു. അവരൊക്കെ വീണ്ടും ആവശ്യപ്പെട്ട് വന്നപ്പോൾ ഈ ഉൽപ്പന്നം എവിടെ കിട്ടുമെന്ന് അപ്പോഴാണ് ഞാൻ അന്വേഷിക്കുന്നത്. ആ സമയത്ത് കേരളത്തിൽ ഉൽപ്പന്നം കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എത്തിച്ചേരാന്ന് പറയുന്നതിന് കൂടെ അദ്ദേഹം അധിക വരുമാനത്തിനൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോ എങ്ങനെ കിട്ടാൻ പറ്റും എന്ന് അന്വേഷിച്ച് അദ്ദേഹം എന്നെ ഒരു ട്രെയിനിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ആഴ്ചയിൽ 1000 കിട്ടിയാൽ നല്ലത്, ഒരു എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്ക് മേടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. 4500 EMI ആയിരുന്നു. ആഴ്ചയിൽ 4000 കിട്ടിയാൽ 4000 കിട്ടുമല്ലോ, ബാക്കി 700 കണ്ടെത്താൻ പറ്റിയല്ലോ എന്ന് ചിന്തിച്ച് അഭിശ്രമിച്ച് അവിടെ ട്രെയിനിങ് സെന്ററിൽ ചെന്നപ്പോ വലിയ വരുമാനം കിട്ടുന്ന ആളുകളെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. ഈ എക്സൈറ്റ്മെന്റ് നിരന്തരം ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ എത്തിച്ചപ്പോ 1-2 തിരിച്ചറിവുകളാണ് എന്നെ ബിസിനസ്സിലേക്ക് മുന്നോട്ട് നയിച്ചത്. ഒന്ന്, ഇതിന്റെ നോമിനേഷൻ ഫെസിലിറ്റി. 32 കൊല്ലം പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഏകദേശം 25 കൊല്ലം പ്രാക്ടീസ് ഉണ്ട്. 2-3 ബാങ്കുകളുടെ പാനലുകളുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നാളെ ഞാനില്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ എന്റെ പണി ആർക്ക് ചെയ്യാൻ പറ്റില്ല, കുടുംബത്തിലെ വരുമാനം മുടങ്ങും എന്നുള്ള മുൻകൂട്ടി ഒരു തിരിച്ചറിവിലാണ് ഞാൻ ബിസിനസ് ഏറ്റെടുത്തത്. പക്ഷേ തുടക്കത്തിൽ പാർട്ട് ടൈം ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. എന്റെ കമ്മിറ്റ്മെന്റ്സ് കുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2.5 വർഷം പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞ ഏകദേശം 4 വർഷത്തിലേറെ ആയിട്ട് ലൈഫ് ടൈം ആയിട്ട് ഒരു കരിയർ ആയിട്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് നേട്ടമുണ്ടായെന്ന് വെച്ചാൽ 32 കൊല്ലം കൊണ്ട് എനിക്ക് ബിസിനസ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റാത്ത നേട്ടം കഴിഞ്ഞ 7 വർഷം കൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ആണെന്നാണ് പലരും ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. പക്ഷെ ഇന്ന് തുടങ്ങി നേരം വെളുക്കുമ്പോ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് അല്ല. ഒന്ന് ശക്തമായിട്ട് ഇറങ്ങി നിന്നാൽ ജീവിതത്തിൽ 30-35 കൊല്ലം നമ്മൾ പല ജോലിക്കായിട്ട് ചെലവഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാലും വരുമാനം പോരാതെ വീണ്ടും പണിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു 4-5 വർഷം ശക്തമായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്ന, ഇന്ന് ലീഗലായിട്ടും എത്തിക്കലായിട്ടും പ്രവർത്തിക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നിങ്ങളിവിടെ ഓരോരുത്തരും പുതിയതായിട്ടുള്ള വ്യക്തികൾ എല്ലാവരും കേട്ടിട്ടുള്ളത്. ഇതിനെ സഹായിക്കുന്നത് നമ്മുടെ ടെക്നോളജിയാണ്. ഇന്ന് ലോകം പഴയ പോലെയല്ല, മാറിക്കഴിഞ്ഞു. നമ്മൾ മാറാൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്ന് ഇതിനെ നന്നായി മനസ്സിലാക്കാൻ, പഠിക്കുകയല്ല വേണ്ടത്, മനസ്സിലാക്കുകയാണ് വേണ്ടത്. നന്നായി മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ, നല്ല ഒരു ആറ്റിറ്റ്യൂഡോട് ഇതിനെ കാണാൻ പറ്റുകയാണെങ്കിൽ, തുറന്ന മനസ്സിലൂടെ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ ഈ അവസരത്തിലൂടെ സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. പേര് രജിത് കുമാർ എന്നാണ്. സ്ഥലം കോഴിക്കോട് ജില്ലയിലെ തമിഴ്നാട്ടിലെ. ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു 15,000 രൂപ മാസം പ്രതീക്ഷിച്ച് വന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ ബിസിനസ്സിന്റെ ഹൈയസ്റ്റ് ഇൻകം 2,10,000 ഈ ബിസിനസ്സിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും വലിയ വിജയാശംസ ഞാൻ നിർത്തുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. ഗുഡ് ഈവനിങ്. എന്റെ പേര് നിഷാദ് എന്നാണ്. എന്റെ സ്വദേശം മഞ്ചേരിയാണ്. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളൊക്കെ ആയിരുന്നു. ഇന്ന് ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. കാരണം ഇവിടെ മറ്റൊരു ക്രൈറ്റീരിയ ഇല്ല, വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഒന്നും ഒരു ബാധകമല്ല. ജീവിതത്തിനകത്ത് വിജയിക്കണം ആഗ്രഹമുള്ള ആളുകൾക്ക്, അതിനെ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഇതൊരു നല്ല അവസരമാണ്. പലപ്പോഴും നമ്മുടെ ഈ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ്. നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് പരീക്ഷ നന്നായിരിക്കും, പഠിക്കാതെ മോശം മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് എന്താ പരീക്ഷ മോശമായിരിക്കാം, അല്ലെങ്കിൽ ആ പരീക്ഷ എഴുതിയ ആള് ക്വസ്റ്റ്യൻ വിട്ട ആള് തെറ്റായിരിക്കാം, ഒക്കെ ആയിരിക്കാം. അങ്ങനെ തന്നെയാണ് ഈ ബിസിനസ്. നിങ്ങൾ ഒരുപാട് ആളുകൾ അഭിപ്രായം ചോദിക്കും. പക്ഷെ അഭിപ്രായങ്ങൾ നിങ്ങൾ പുറത്താരെയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവായ അഭിപ്രായം കിട്ടിക്കൊള്ളുന്നില്ല. ആയതുകൊണ്ട് നിങ്ങൾ വിളിച്ചുകൊണ്ടുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ശക്തമായി ഏറ്റെടുക്കുക. 1 രൂപ നഷ്ടമില്ല, നേടാൻ ഒരുപാടുള്ള നല്ലൊരു ബിസിനസ് ആണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് ഉമർ. കൊടുവള്ളി സ്വദേശിയാണ്. ഇത് മൈനപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഉസ്താദായിരുന്നു. ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മൈനപ്പിലേക്ക് വന്നപാട് ഉസ്താദായതുകൊണ്ട് ഇത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായി പഠിച്ചു. 100% എനിക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് ആണ് മനസ്സിലാക്കി പൂർണ്ണമായും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 1 വർഷത്തിലേറെ സ്ഥിരമായി പെർഫോമൻസ് അടിച്ച്
CTC റാങ്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. പേര് വിജീഷ് വിജയൻ, സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കക്കോടിക്കട്ടി ചെറുകുളം സ്വദേശിയാണ്. ഈ മഹത്തരമായ ബിസിനസ് സംസ്ഥയിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഇൻഷുറൻസ് മേഖലയിലായിരുന്നു. അത് ആകസ്മികമായിട്ട് കിട്ടിയ അവസരമാണ്. പക്ഷെ പഠിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് പ്രോഗ്രാമുകൾക്ക് പോയി. അറിയാത്ത മേഖലയാണ് നമ്മൾ പഠിക്കാൻ തയ്യാറാവും. നമുക്ക് ആരും ഇതിന് മുന്നേ ഈ ബിസിനസ്സിൽ എക്സ്പീരിയൻസോ പരിചയം ഇല്ലാത്തതുകൊണ്ട് ആരാണോ പഠിക്കാൻ തയ്യാറാവുന്നത് അവർക്ക് 2, 3, 4 വർഷം കൊണ്ട് ഈ സ്റ്റേജിൽ ഇതുപോലെ അച്ചീവർ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന മേഖലയാണ് MIDC. ഇവിടെ നിങ്ങളുടെ വിദ്യാഭ്യാസം ചോദിക്കുന്നില്ല, ഇവിടെ നിങ്ങളുടെ കുടുംബ പാരമ്പര്യം ചോദിക്കുന്നില്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ ചോദിക്കുന്നില്ല. ഒറ്റ ചോദ്യം മാത്രമേ മൈനേശ്വരി കമ്പനി ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് സ്വപ്നമുണ്ടോ? ആ സ്വപ്നം നേടാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണോ? അങ്ങനെയുള്ള എല്ലാവർക്കും ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിക്കും. ഒരു സാധാരണ ഫാമിലിയിൽ വരുന്ന വ്യക്തിയാണ്. പക്ഷെ ഇന്ന് MIDCക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നു. ആദ്യമായിട്ട് സൗജന്യമായിട്ട് വിദേശത്തേക്ക് ഒരു ടൂർ തന്നത്, മലേഷ്യ എന്ന രാജ്യത്തേക്ക് ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻ പങ്കെടുത്തത് മൈനേശ്വരിൽ വന്നതിന് ശേഷമാണ്. ഇവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ കരിപ്പൂർ എയർപോർട്ട് കാണാം. ഈ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പോയി നോക്കാൻ മനസ്സിലാവും അവിടെ 99% ആളുകൾ ട്രെയിൻ കയറുന്നത് ജോലിക്കാണ്. എന്നാൽ മൈനേശ്വരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകുന്നത് ടൂറിനായിരിക്കും. ഇപ്പോ കമ്പനിയുടെ താഴെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആവേശമുള്ള ആർക്കും വരെ എത്തിപ്പിടിക്കാൻ സാധിക്കും. ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞ സമയത്ത് എനിക്ക് കാര്യം മനസ്സിലായി. മൈനേശ്വർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയിരിക്കാൻ വേണ്ടി പോകുന്ന കമ്പനിയല്ല. നാളെ ലോകത്തിലെ നമ്പർ 1 കമ്പനിയായിട്ട് കുതിച്ചു പോകുന്ന കമ്പനിയാണ് MIDC. ശക്തമായി പ്രവർത്തിച്ചു. ഇന്ന് നമ്മുടെ കമ്പനിയുടെ നമ്മളെല്ലാവരും സ്വപ്നം കാണും. ഞാൻ ഈ ബിസിനസ് വരുന്ന സമയത്ത് 2 ലക്ഷം രൂപ ആഗ്രഹിച്ചിട്ടില്ല. എന്നെ കൊണ്ടുവന്ന ആൾ കൊണ്ട് 2 കാർ നിൽക്കട്ടെ, ഒരു 10,000 വെച്ച് കിട്ടുമെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി 436-ാമത്തെ ലീഗില് 2,10,000 രൂപ അടിച്ചുള്ളൂ. എന്നാൽ പലരും കൈയടിക്കുന്നത് കാരണം എന്റെ ഭാഗത്ത് എനിക്കാണ് കിട്ടിയത്. അതുകൊണ്ട് പലരും കൈയടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഹലോ, ഈ ബിസിനസ് വന്നതിന് ശേഷമാണ് മറ്റുള്ളവരെ അംഗീകരിക്കാനും അനുമോദിക്കാനും പഠിച്ചത്. ഹലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ നന്നായിട്ട് അംഗീകരിക്കാൻ അനുമോദിക്കുന്നത് എനിക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ സ്വപ്നം കാണുന്ന എല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇന്ന് സഞ്ചരിക്കുന്നത് ഏകദേശം 14 ലക്ഷം രൂപ വരെ വരുന്ന ഒരു പ്രീമിയം ക്ലാസ് കാർ എന്നത് MIDC എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചത് എന്തോ നേടിയെടുക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. ഉറച്ച് തീരുമാനമെടുക്കുക. നിങ്ങളെ ഇന്ന് ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച നിങ്ങളുടെ സുഹൃത്തും ബന്ധുവും കൈ മുറിക്കുക, പിടിക്കുക. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി മറിക്കുന്ന ദിവസമായിരിക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈനസ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. പേര് നജീബ്, ചുമത്തലയാണ് സ്വദേശം. ഏകദേശം 3.5 വർഷത്തോളായി മഹത്തായ അവസരത്തിൽ എത്തിപ്പെട്ടിട്ട്. ഇതിൽ വരുന്നതിന് മുമ്പ് ഒരു ലോറി ഡ്രൈവറായിരുന്നു. ഈ ബിസിനസ് ഏറ്റെടുത്ത സമയത്ത് ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ വ്യക്തമായി മനസ്സിലായി ഒരാളും പറ്റിക്കപ്പെടില്ല എന്നും ഈ ബിസിനസ്സിന് വേണ്ടി ഒരാളോട് കളവ് പറയണ്ട എന്നുള്ളതും ബോധ്യപ്പെട്ടു. വളരെ ശക്തമായിട്ട് ഇത് നാട്ടിൽ എത്തേണ്ട ഒരു ബിസിനസ്സാണെന്ന് മനസ്സിലായി. ഒരുപാട് പാവങ്ങൾക്ക് ഇതൊരു ഉപകാരമാവുന്നുള്ളതും ജനങ്ങള് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഈ ഒരു ബിസിനസ്, ഈ ഒരു വെൽനസ് ബ്രാൻഡ് നല്ലൊരു ഉൽപ്പന്നമായി മാറും, എല്ലാവർക്കും വേണ്ടതാണെന്ന് മനസ്സിലാക്കി വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. ലക്ഷങ്ങൾ കടമായി വന്ന എന്റെ ലക്ഷങ്ങൾ കടങ്ങളൊക്കെ എനിക്ക് വീട്ടാൻ പറ്റിയത് ഈ ബിസിനസ്സിലൂടെയാണ്. എനിക്കൊരു 10 ലക്ഷം രൂപ വരുന്ന ഒരു ബലങ്ങൾ കാർഡ് സ്വന്തമാക്കാൻ പറ്റി. അധികം വൈകാതെ തന്നെ ഒരു 40 ലക്ഷം രൂപക്ക് മേലെ വരുന്ന ഒരു ഫോർച്യൂണർ കാർ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കാം. ഓക്കെ, എല്ലാവരും വിഷയിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഷംസുദ്ദീൻ മഞ്ചേരിയാണ്, പ്രൊഫഷണൽ എഞ്ചിനീയറാണ്. എൻ്റെ പ്രൊഫഷന്റെ കൂടെ നിന്നിട്ടാണ് ഈ ബിസിനസ് ചെയ്തത്. നേരത്തെ നമ്മുടെ ഷുക്കൂർ സാറ് പറഞ്ഞു ഇതിന്റെ ഏറ്റവും വലിയ സ്കോപ്പ് ഇനി വരാൻ പോകുന്നത് വലിയൊരു മേഖലയാണ് ആരോഗ്യ മേഖല. ആണോ? അപ്പൊ നമുക്കൊരു അവസരം വരുമ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കുന്നവരാണ് അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. പല ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നോട്ട് കടന്നുപോയി. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ശരിക്ക് പഴയ അംബാസഡർ പോലെയാണ്. പഴയ അംബാസഡർ എങ്ങനെ കേട് വരുമ്പോ വർക്ക്ഷോപ്പ് കയറ്റും. ആണോ? നമ്മളെങ്ങനെയാണ് മുട്ടുവേദന വരുമ്പോ ഡോക്ടർക്ക് പോകും, ഹാർട്ടിന് പ്രശ്നം വരുമ്പോ ഡോക്ടർക്ക് വരും, ഷുഗർ വരുമ്പോ ഡോക്ടർക്ക് പോകും, ബ്രെയിൻ ഇത് പ്രോബ്ലം സ്ട്രോക്ക് വരുമ്പോ ഡോക്ടർക്ക് വരും. ഇതിൽ മുന്നേ പ്രിക്കോഷൻ എടുക്കുന്നുണ്ടോ? മൈലേഴ്സ് നിങ്ങൾക്ക് തരുന്നത് അത്തരത്തിൽ ഓപ്പർച്യൂണിറ്റിയാണ്.
ഇന്ന് നമ്മുടെ കാറ് വാങ്ങി 5000-10,000 കിലോമീറ്റർ സർവീസ് ചെയ്യണ പോലെ നമ്മുടെ ശരീരത്തിലുള്ള ഈ പറഞ്ഞ കിഡ്നി, ലിവർ, ഹാർട്ട്, ലങ്സ് ഇതിനൊക്കെ നമ്മള് സർവീസ് ചെയ്യേണ്ടതുണ്ട്. ഉണ്ടോ? അങ്ങനെയാണ് എത്ര പേര് വയനാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്? വെരി ഗുഡ്. ഇനി നമ്മള് കാലിക്കറ്റൊക്കെ പോയി കഴിഞ്ഞാൽ കാലിക്കറ്റ് ബൈപ്പാസില് ഹാർട്ടിന് മാത്രം ഹോസ്പിറ്റൽ ഉണ്ടോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സപ്ലിമെന്റ് നമ്മൾ മാക്സിമം ആൾക്കാരോട് എത്തിക്കുക. അത് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഈ ഏറ്റവും വലിയ കിങ്. ആണോ? ഒരു പ്രൊഡക്റ്റ് സർവീസ് മാക്സിമം ആൾക്കാരോട് എത്തിക്കുന്നവരാണ് കിങ്. ഇവിടെ ഇരുന്നും കൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യ ഷോപ്പിൽ വഴി ഓൾ ഓവർ ഇന്ത്യ ഈ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. നല്ലൊരു തീരുമാനം എടുക്കുക. ഞങ്ങളെല്ലാം നിങ്ങളെ കൂടെ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഈവനിങ്. ഞാൻ അൽത്താഫ് എന്നാണ് വരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുനിന്നാണ്. ഈ ബിസിനസ്സായിട്ട് അസോസിയേറ്റ് ചെയ്ത് 6 വർഷം കഴിഞ്ഞു. ബിസിനസ്സിനകത്ത് വരുന്നതിന് ഒരു ഹൗസ് ഡ്രൈവർ ആയിരുന്നു, ഒരു അലുണ്ടാക്കുന്ന ജോലിക്കാരനായിരുന്നു. നിങ്ങൾ ഈ സ്റ്റേറ്റിൽ നോക്കി അറിയാൻ പറ്റും ഏത് കാറ്റഗറിയിലുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. സ്കൂൾ പോകുന്ന ഞാനുണ്ട്. ഏത് കാറ്റഗറിയിലുള്ള ഒരു വ്യക്തികൾക്കും ഈ ബിസിനസ്സിനകത്ത് കൂടെ 2-10 നേടാനുള്ളതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഒന്നിൽ കൂടുതൽ ബിസിനസ്സിനകത്ത് കൂടെ 2-10 നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലുപരി ബിസിനസ്സിനകത്ത് വന്ന ഒരേ കാര്യം മാത്രമാണ് ജീവിതത്തിനകത്ത് ഫെയിലിയറും എന്താണെന്നുള്ളതിനെ കുറിച്ച് അതിന്റെ അറ്റം വരെ കണ്ട് അനുഭവിച്ചിട്ടില്ല. വാടക കോട്ടേഴ്സിലായിരുന്നു ഒത്തിരി കാലങ്ങൾ വരെ. അവിടുന്ന് ഒരു മാറ്റം വേണമെന്ന് ജീവിതത്തിനകത്ത് ആഗ്രഹിച്ച് എം ഐ ലൈഫ് സ്റ്റൈൽ കിട്ടിയ സമയത്ത് ശരിക്കും ഇറങ്ങി പ്രവർത്തിച്ചു. ഇനി ജീവിതത്തിനകത്ത് നല്ല ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രയാസം. ഒരു ഐഡിയ NTC ആണ്, ഒരു ഐഡിയ RTC ആണ്. സെക്കൻഡ് ഐഡിയ RTCയിലേക്ക് പോയി കൊടുക്കുകയാണ്. ഇന്നും കൂടെ പറയാതാക്കാൻ പറ്റില്ല. ഞാനൊരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് കഴിഞ്ഞ എനിക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ നമ്മുടെ മാൻഷറ്റിമാൻ പ്രോഡക്റ്റ് കൊടുത്തിട്ട് 11 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ഒരാൾക്ക് കുട്ടികളുണ്ടാകണം. കയ്യെടുക്കുന്ന എനിക്ക് കേൾക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായില്ല. കാരണം എന്റെ നാട്ടിൽ പറയുന്നത് അവൾക്ക് ഗർഭം ധരിച്ച് നടത്താൻ. അതുകൊണ്ട് നമ്മൾ മാൻഷറ്റിമാൻ കൊടുക്കുമ്പോൾ പെണ്ണുങ്ങളെ വീട്ടിൽ കൊടുക്കാൻ നോക്കുക. താങ്ക് യു.